വേനലവധി കഴിഞ്ഞിട്ടും ശമ്പള കുടിശ്ശിക ലഭിക്കാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ സ്കൂൾ പാചക തൊഴിലാളികൾ. നിരവധി തവണ സമരം ചെയ്തിട്ടും പാചക തൊഴിലാളികളോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. സർക്കാരിനെതിരെ സമരം ശക്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പാചക തൊഴിലാളികളുടെ സംഘടന. സ്കൂൾ തുറന്നിട്ടും പാചക തൊഴിലാളികളുടെ ദുരിതത്തിന് പരിഹാരമായിട്ടില്ല. മാർച്ചിലെ വേതനവും ഏപ്രിൽ മെയ് മാസങ്ങളിലെ ആനുകൂല്യങ്ങളുമാണ് ഇനിയും ലഭിക്കാനുള്ളത്. സംസ്ഥാനത്ത് 13,000-ലധികം പാചക തൊഴിലാളികളാണ് നിലവിലുള്ളത്. 500 വിദ്യാർത്ഥികൾക്ക് ഒരു പാചക തൊഴിലാളി എന്ന രീതിയിലാണ് നിയമിക്കുന്നത്. ഇത് 250 വിദ്യാർത്ഥികൾക്ക് ഒരു തൊഴിലാളി എന്ന രീതിയിൽ പരിഷ്കരിക്കണമെന്ന് കാലങ്ങളായുള്ള പാചക തൊഴിലാളികളുടെ ആവശ്യങ്ങളിലൊന്നാണ്. എന്നാൽ ഇതിനും പരിഹാരം കണ്ടിട്ടില്ല. നമ്മളെ മാർച്ച് ഏപ്രിൽ മെയ് 3 മാസത്തെ കുടിശ്ശിക ഇവിടെ കിട്ടാൻ, അത് ഏപ്രിൽ മെയ് മാസം നമ്മുടെ വെക്കേഷൻ പീരീഡ് കൊടുക്കുന്ന അലവൻസാണ്. അത് മാസത്തിൽ 2000 രൂപ വെച്ചാണ് കൊടുക്കാറ്. ഇതുവരെ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി നമ്മളെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. പണ്ടൊരു വർഷത്തിലൊരിക്കൽ കൊടുത്താൽ മതി. ഇന്ന് 6 മാസം കൂടുമ്പോൾ അത് വർഷത്തിൽ 2 പ്രാവശ്യമായി കൊടുക്കണം. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ഏകദേശം ഒരു 3000-ഓളം രൂപ ചിലവ് 2 പ്രാവശ്യമായി വരുമ്പോൾ ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക്, ഒരു വേതനമില്ലാത്ത തൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കഴിയില്ല. പാചക തൊഴിലാളികളോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഈ മാസം 8-ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിക്ക് മുൻപിൽ സമരം ചെയ്യാനാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. ജനം, കോഴിക്കോട്.